ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രൗഷറിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രൗഷറിൻ്റെ എന്ത് ചെയ്യാം, ബ്രൗഷർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ബ്രൗഷർ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ സൈസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പഠിക്കണം. ബ്രൗഷറിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് ക്ലയൻറ്റ് തരലാണ്. അവർക്ക് ഏത് സൈസാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് ക്ലയൻറ്റ് തരലാണ്. ഞാൻ എന്തായാലും ഒരു ആവറേജ് സൈസ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഒരു ആവറേജ് സൈസിൻ്റെ ടാബിൾ ഞാൻ എന്ത് ചെയ്യാം, ഒരു ആവറേജ് സൈസിൻ്റെ ടാബിൾ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ ബൈഫോൾഡ് ബ്രൗഷർ എന്ന് പറഞ്ഞാൽ എന്താ, 2 പേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു പേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് 8.5 ഇഞ്ചസ് ടു 11 ഇഞ്ച്. ഇതൊരു പേജാണ്, ശരിക്കും ഒരു പേജിൻ്റെ സൈസാണിത്. പക്ഷേ ബ്രൗഷർ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ക്ലയൻറ്റിന് ഇത്ര വലിപ്പമുള്ള പേജ് വേണ്ട. അപ്പോൾ ക്ലയൻറ്റ് എന്ത് തരും, നമുക്ക് അതിൻ്റെ സൈസ് തരും. ഓക്കെ, പിന്നെ അങ്ങനെ എല്ലാത്തിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പേജസ് ആണ്, കണ്ട, നമ്പർ ഓഫ് പേജസ്. അപ്പോൾ ബൈഫോൾഡിൽ എത്ര പേജ് ഉണ്ടാവും, 2 പേജ് ഉണ്ടാവും. ട്രൈഫോൾഡിൽ എത്ര പേജ് ഉണ്ടാവും, 3 പേജ് ഉണ്ടാവും. ടോട്ടൽ എത്ര പാനൽ ഉണ്ടാവും, 3 പേജ് ഉണ്ടെങ്കിൽ അപ്പുറവും ഇപ്പുറവും ആകുമ്പോൾ ടോട്ടൽ 6 ഉണ്ടാവും. ഓക്കെ, അങ്ങനെ എല്ലാത്തിൻ്റെയും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്യാൻവാസിൻ്റെ സൈസാണ്. നമുക്ക് ഈ ബ്രൗഷർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, 2 രീതിക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒന്ന്, ഈ ടാബ്ലറ്റ് ഇത് ഈ വീഡിയോൻ്റെ താഴെ ഉണ്ടാവും കേട്ടോ, നിങ്ങൾ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന്, നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് 2 രീതിക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒന്ന്, നമുക്ക് എന്ത് ചെയ്യാം, സിംഗിൾ പേജസ് സൈസ്, അതായത് ഈ സൈസ് വെച്ചിട്ടാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ സൈസ് വെച്ചിട്ട് ഇപ്പോൾ ക്ലയൻറ്റിന് വേണ്ടത് ടോട്ടൽ 4 പേജാണ്. ക്ലയൻറ്റിന് അറിയില്ല ബൈഫോൾഡ് ആണോ ട്രൈഫോൾഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും ക്ലയൻറ്റിന് അറിയില്ല. അപ്പോൾ അവർ നമുക്കൊരു സാധനം അയച്ചു തരും, ഞങ്ങൾക്ക് ഇങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഒരു 90% ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കും. അവർക്ക് ഡിസൈനിങ്ങിനെ കുറിച്ച് വലിയ ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അവർ നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരും, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ബ്രൗഷറാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ സൈസ് എന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ ഞാനിവിടെ ഏതെടുക്കുക, ഞാനിവിടെ ഈ ബുക്ക്ലെറ്റ് എടുത്തു. ബുക്ക്ലെറ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 8.5. ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ആവറേജ് സൈസ് ആട്ടോ, ബാക്കി സൈസ് നമുക്ക് ക്ലയൻറ്റ് തരണം, എന്നാലും നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബുക്ക്ലെറ്റ് ആണ്. ബുക്ക്ലെറ്റ് എത്ര, ബുക്ക്ലെറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ മൾട്ടിപ്പിൾ പേജസ് ഉണ്ടാവും, ഇഷ്ടംപോലെ പേജസ് ഉണ്ടാവും. ഓക്കെ, ഒരു ബുക്ക്ലെറ്റിൽ അപ്പോൾ ഞാൻ ഒരു 6 പേജ് ഉണ്ടെന്ന് വിചാരിക്കുക ബുക്ക്ലെറ്റിൽ. ഓക്കെ, അപ്പോൾ 6 പേജ് എന്ന് പറയുമ്പോൾ ടോട്ടൽ 12 സൈഡ് ഉണ്ടാവില്ലേ. ഒരു A4 ആണ് ഒരു പേജ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു A4ൻ്റെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും 2 ആയില്ലേ, 2 പാനലായി. ഓക്കെ, അപ്പോൾ 6 പേജുള്ള ഒരു ബുക്ക്ലെറ്റിന് 12 സൈഡ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ 12 സൈഡ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ അതിൻ്റെ സൈസ് എത്ര, 8 ഇഞ്ചസ് ടു 11 ഇഞ്ച്, 8.5 ടു 11 ഇഞ്ച്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അങ്ങനെ പേജസ് 11 പേജസ് ആഡ് ചെയ്തുകൊണ്ട് 11 പേജസ് ആഡ് ചെയ്താണ് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിൽ നമുക്കതിങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ക്ലയൻറ്റിന് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ്സിൽ PDF ഇട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡൗൺലോഡ് ചെയ്ത് അയച്ചു കൊടുക്കാൻ. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അതൊരു നോർമൽ ഡിസൈൻ ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ചില ഡിസൈന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ കാണിച്ചു തരാം. അതായത് കണ്ടിന്യൂസ് കണക്ഷൻ ഉള്ള ഡിസൈനിന് ഈ ഡിസൈൻ കണ്ടോ, ഇതൊരു പേജാണ്, ഇത് ഫ്രണ്ട് പേജും ഇത് ബാക്ക് പേജും. പക്ഷെ ഇതിനൊരു കണക്ഷൻ ഉണ്ട്, കണ്ടോ, ഇത് ഫ്രണ്ട് പേജും ഇത് ബാക്ക് പേജുമാണ് സംഭവം. അതായത് ഈ ഒരു പേജ് മുഴുവൻ 8 ഇഞ്ചസ് ടു 11 ഇഞ്ച്, ഈ ഒരു പേജ് മുഴുവൻ വേറെ 8 ഇഞ്ചസ് ടു 11 ഇഞ്ച്. ഓക്കെ, ഇതും അങ്ങനെ തന്നെയാണ്. ഇതിനെന്തുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. ഒരു പേജ് ഇങ്ങോട്ട് മറിക്കുമ്പോൾ അതിൻ്റെ ബാക്കി അപ്പുറത്തെ പേജിൽ കണക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടോട്ടൽ ക്യാൻവാസ് നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പോൾ 2 പേജ് ഉള്ളൂ, 4 സൈഡ് ഉണ്ട്. അപ്പോൾ 2 പേജിൻ്റെ ടോട്ടൽ ക്യാൻവാസ് നമ്മൾ എടുക്കണം. മനസ്സിലായോ, 2 പേജ് ഉണ്ട്, ഇത് അതിൻ്റെ ഫ്രണ്ട് ഭാഗം, ഇത് അതിൻ്റെ അകംഭാഗമാണ് കാണുന്നത്. നമുക്ക് മനസ്സിലായത്, ടോട്ടൽ 4 ഉള്ളത്. ഇത് ഫ്രണ്ട്, അത് കഴിഞ്ഞിട്ട് 2ാമത്തെ 3ാമത്തെ 4ാമത്തെ ബാക്ക് സൈഡ്, അങ്ങനെയാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇങ്ങനെ കണക്ഷൻ ഉള്ള സാധനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ ക്യാൻവാസ് എടുക്കണം. ടോട്ടൽ ക്യാൻവാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ബുക്ക്ലെറ്റിൻ്റെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് 17 ഇഞ്ചസ് ടു 11 ഇഞ്ചാണ് ടോട്ടൽ ക്യാൻവാസ് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് എന്ത് കൊടുക്കാം, കസ്റ്റം സൈസ് 17 ഇഞ്ചസ് ടു, ഇതാണ് എന്ത്, ടോട്ടൽ ക്യാൻവാസ് സൈസ്. ഓക്കെ, അത് 2 പേജ് ഉണ്ട്. ഇനി എന്ത് ചെയ്യുക, സെറ്റിങ്സിൽ പോവുക, ആഡ് ഗ്രിഡ് കൊടുക്കുക,
ഇവിടെ കസ്റ്റമിൽ പോയിട്ട് ഗ്രിഡ് റോ 0 ആക്കുക, കോളംസ് എന്താക്കുക 2 ആക്കുക, ഇവിടെ ഗ്യാപ്പ് എന്ത് ചെയ്യുക 0 ആക്കുക. മനസ്സിലായോ? ഇപ്പം എന്ത് സംഭവിച്ചു? നമുക്ക് ആ ഗ്രിഡ് കിട്ടി. ഇതൊരു പേജും ഇതൊരു പേജുമാണ്, 2 പേജാണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇത് ഫ്രണ്ട് പേജ് ഇത് ബാക്ക് പേജ് ആക്കി തുടങ്ങാം. ഓക്കെ, കാരണം ബുക്കല്ലേ, നമ്മൾ മടക്കല്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വേറെ പേജ് വരിക ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് പേജും ബാക്ക് പേജും ആദ്യം തുടങ്ങാം. പിന്നെ എന്ത് ചെയ്യാം, അടുത്തത് ഇട്ടിട്ട് ഇതുപോലെ തന്നെ അടുത്ത് ഇട്ടിട്ട് അടുത്ത പേജ് 2 അതിനുള്ളിൽ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ഇത് വരിക. പിന്നെ ഇപ്പോൾ ഇവിടെ പറയാനുള്ളത് എന്താ, അങ്ങനെ ഞാൻ സൈസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ബ്രൗസറിൻ്റെ. ഇപ്പം എന്തുണ്ട്, ഇപ്പോൾ ഇതെന്താ, ഇത് ഫ്രണ്ടും ബാക്കും. ഇപ്പോൾ ഞാനൊരു 2 പേജുള്ള 2 A4 ഉള്ള എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്, 2 A4 ഉള്ള, ശ്രദ്ധിക്കണം, 2 A4 ഉള്ള ഒരു ബ്രൗസറാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. 2 A4 ഉള്ള, 2 A4 എത്ര പേജ്, 2 പേജസ്, 2 A4, 2 A4 നമ്മൾ 2 പേജ് എന്ന് പറയാം. അപ്പോൾ ആ 2 A4 എത്ര പാനൽ വരുന്നുണ്ട്, 4 പാനൽ. 4 സൈഡിൽ നമുക്ക് എഴുതി കൂടെ എഴുതാം. അപ്പോൾ 1 2 3 4. മനസ്സിലായോ? ഇനി അത് 3 ആണെങ്കിലോ ഒന്നും കൂടെ ആഡ് ചെയ്യണം. മനസ്സിലായോ? ഓക്കെ, ഈ സെയിം പ്രോസസ്സ് തന്നെ എല്ലാ ടൈപ്പ് ഓഫ് ബ്രൗസറിനും വരുന്നത്, വേറെ മാറ്റമൊന്നുമില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ ഇക്വേഷൻ ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ PDF ഞാൻ നിങ്ങൾക്ക് തരും. ഇക്വേഷൻ ഒന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് ക്ലയൻറ്റ് പറഞ്ഞു അവർ ഈ സൈസിലുള്ളതൊന്നും അല്ല ക്ലയൻറ്റ് പറഞ്ഞ ഒരു സൈസ് ഉണ്ട്. ആ സൈസിലുള്ളത് ക്ലയൻറ്റിനോട് ചോദിക്കുക, നിങ്ങൾ അങ്ങോട്ട് ഏത് സൈസാണ് വേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളോട് ക്ലയൻറ്റ് എന്ത് പറഞ്ഞു, ഒരു സൈസ് പറഞ്ഞു. നിങ്ങൾക്ക് ക്ലയൻറ്റിന് സൈസ് അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക, എത്രയാണ് സൈസ് എന്നുള്ളത് സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഇത്ര നേരം ചെയ്ത പോലെ സെർച്ച് ചെയ്താൽ മതി. ഇനി ഇപ്പോൾ ക്ലയൻറ്റിന് ഒരു 5 വീതിയും അതുപോലെ 10 ഹൈറ്റും ഉള്ളൊരു സൈസ് വേണം. ഓക്കെ, ക്ലയൻറ്റ് ഉദ്ദേശിക്കുന്നത് ഒരു ട്രൈഫോൾഡാണ്. ട്രൈഫോൾഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഒരു ക്യാൻവാസിനകത്ത് 3 പേജസ് വരും, അതല്ലേ ട്രൈഫോൾഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വേണം, ടോട്ടൽ ട്രൈഫോൾഡ് ആണ് ഉദ്ദേശിക്കുന്നത്, അതായത് 3 A4. ഞാൻ ഈ A4 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകാൻ കേട്ടോ. 3 A4 ട്രൈഫോൾഡ് സൈസാണ് ക്ലയൻറ്റ് ഉദ്ദേശിക്കുന്നത്. ക്ലയൻറ്റ് നമുക്ക് സൈസ് തന്നു, 5 to 10 ആണ് ക്ലയൻറ്റ് തന്ന സൈസ്, 3 A4. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, 6 എണ്ണം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലായോ? ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമുക്ക് എന്താ വേണ്ടത്, ടോട്ടൽ ക്യാൻവാസിൻ്റെ സൈസ് കിട്ടണം. ഓക്കെ, ഇതാണ് ടോട്ടൽ ക്യാൻവാസ് സൈസ്. ടോട്ടൽ ക്യാൻവാസിൻ്റെ സൈസ് കിട്ടണം. ഈ ട്രൈഫോൾഡിൽ 3 പേജുള്ള ടോട്ടൽ ക്യാൻവാസ് സൈസ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര പേജാണ് ഉള്ളത്, 3 പേജ്. 3 പേജിൻ്റെ അപ്പുറം പോകുമ്പോൾ ടോട്ടൽ 6 പേജ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ പേജ് 3 ഉള്ളൂ, സൈഡ് 6 ഉണ്ട്. അതുവരെ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ആ ടോട്ടൽ ക്യാൻവാസ് സൈസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ സിംഗിൾ പേജിൻ്റെ വീതി മൾട്ടിപ്ലൈഡ് ബൈ ഇൻറ്റു എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് പേജസ് കൊടുത്താൽ മതി. നമ്പർ ഓഫ് പേജസ് കേട്ടോ, നമ്പർ ഓഫ് പാനൽ അല്ല. ഓക്കെ, നമ്പർ ഓഫ് സൈഡ് അല്ല, നമ്പർ ഓഫ് പേജ്. ഓക്കെ, ഹൈറ്റ് പിന്നെ സെയിം തന്നെയാണ്. ഹൈറ്റ് സിംഗിൾ പേജിൻ്റെ ഹൈറ്റ് തന്നെയാണ്, അതൊന്നും മാറ്റണ്ട. വീതി സിംഗിൾ പേജിൻ്റെ വീതി മൾട്ടിപ്ലൈഡ് ബൈ സിംഗിൾ പേജ് വിടുത്ത് മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് പേജസ്. ഓക്കെ, അപ്പം നമ്മളോട് എന്ത് പറഞ്ഞു, ക്ലയൻറ്റ് എന്ത് പറഞ്ഞു, ക്ലയൻറ്റിന് 3 പേജ് വേണമെന്ന് പറഞ്ഞു. ടോട്ടൽ 6 സൈഡ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റ് നമ്മളോട് പറഞ്ഞു ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അയച്ചു തന്നത് ഇതുപോലത്തെ കണക്ഷനുള്ള, ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ കണക്ഷനുള്ള ബ്രൗസറാണ് നമുക്ക് അയച്ചു തന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾക്ക് ടോട്ടൽ ക്യാൻവാസിൻ്റെ സൈസ് കിട്ടണം. അപ്പോൾ എന്താ ചെയ്യുക, വിടുത്ത് സിംഗിൾ പേജിൻ്റെ വിടുത്ത് എന്താ, ഇത് ക്ലയൻറ്റ് അയച്ചു തന്നിട്ട് നമുക്ക് സിംഗിൾ പേജിൻ്റെ അവർക്ക് വേണ്ട പേജിൻ്റെ വിടുത്തും ഹൈറ്റ് നമുക്ക് അയച്ചു തന്നാണ്. അപ്പോൾ ആ വിടുത്ത് 5 ക്ലയൻറ്റ് നമുക്ക് അയച്ചു തന്നു, മൾട്ടിപ്ലൈഡ് ബൈ എത്ര പേജസ് ആണ്, 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 15 ആണ് ടോട്ടൽ ക്യാൻവാസിൻ്റെ സൈസ് എന്ന് പറയുന്നത്, 15 ആണ്. ഓക്കെ, ടോട്ടൽ ക്യാൻവാസിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 15ഉം ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ, സെയിം 11 ആണ്. ഹൈറ്റിന് മാറ്റമല്ല. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ അതുവരെ ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ ഈ ഡിസൈൻ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഡിസൈനൊക്കെ ഒരുപാട് ക്രിയേറ്റ് ചെയ്തതാണ്. നമുക്ക് ഇനിയും ഈ സെയിം സാധനം തന്നെയാണ്. ഓക്കെ, ഡിസൈൻ എന്താ, നിങ്ങൾക്കിത് നോക്കി ക്രിയേറ്റ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇനിയും ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയം പോകും. ഓക്കെ, അപ്പോൾ ഈ ഡിസൈന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡിസൈന്, പക്ഷേ പക്ക പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഡിസൈൻ ഞാൻ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കൊടുക്കാം. നിങ്ങളത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ,
ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു കാര്യം ഈ ഡിസൈനിലില്ല, എല്ലാം സിമ്പിൾ ആയിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, അപ്പോൾ നമ്മൾ എന്തെടുത്തു, സിംഗിൾ പേജസ് കൊടുത്തു, ഡബിൾ പേജസ് കൊടുത്തു. ഇനി ഡബിൾ പേജസിലാണ് ഞാൻ തുടങ്ങുന്നത്, കാരണം ഒട്ടുമിക്ക എല്ലാ ബ്രൗസറിനും കണക്ഷൻ ഉണ്ടാവും. കണക്ഷൻ ഇല്ലാത്ത ബ്രൗസർ റയറാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറ്, ഇതിൽ ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്തത് ഒന്നാണിത്, കണ്ട ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് ഡിസൈൻ ചെയ്തതാണിത്. ഇവിടെ കുറച്ച് ഇങ്ങോട്ടായിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അടുത്ത് എന്തായിട്ടില്ല, പക്ക പെർഫെക്റ്റ് ആയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് അതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുക. ഞാൻ ഇവിടെ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പം ഞാൻ ആ ഡിസൈൻ എന്ത് ചെയ്തു, ഇവിടെ റീക്രിയേറ്റ് ചെയ്തു. ഈ മുഴുവൻ പേജിൽ ഞാൻ ആ ഡിസൈൻ റീക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഈ ഒരു ലൈൻ ഉണ്ട്, ഈ ലൈൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ലൈൻ്റെ അപ്പുറത്തേക്ക് ഒരു പേജും അപ്പുറത്തേക്ക് മറ്റേ പേജുമാണ്. ഇതെന്താ, ഇത് ബാക്ക് സൈഡും ഇത് ഫ്രണ്ട് സൈഡും ആണ്. ഓക്കെ, ഈ സൈഡ് ഫ്രണ്ട് സൈഡ്, ഇത് ബാക്ക് സൈഡാണ്. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നിങ്ങൾ എന്ത് ചെയ്യാറിയോ, അപ്പം നിങ്ങൾ ഇങ്ങനെ അയച്ചു കൊടുക്കരുത് ക്ലയൻറ്റിന് ഇങ്ങനെ അയച്ചു കൊടുക്കാൻ പാടില്ലല്ലോ. ഓക്കെ, ക്ലയൻറ്റിന് നിങ്ങൾ PDF ആയിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത്. കാരണം എന്താ, ക്ലയൻറ്റിന് ഇത് പ്രിന്റ് എടുക്കാനുള്ളതാണ്. പ്രിന്റിങ് നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ ഡിസൈനിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അവിടെ വേറെ ഇഷ്യൂ വരാനുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബ്രൗസറിൻ്റെ വർക്ക് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ചെറിയ എമൗണ്ടിന് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ട് പ്രിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് പിന്നെ പയ്യെ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി നിങ്ങൾ ബ്രൗസറിൻ്റെ വർക്ക്. കാരണം ബ്രൗസറിൻ്റെ വർക്ക് എന്നല്ല, ഈ പ്രിന്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് വരുന്നതെല്ലാം എന്താണ്, അത് പ്രിന്ററുമായിട്ട് കണക്ഷൻ വേണം. അല്ലെങ്കിൽ നമ്മൾ പ്രിന്റ് ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ്, കാരണം പ്രിന്റിങ്ങിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ അത് ആകെ മാറും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു വിഷയം വരും. അപ്പം നിങ്ങൾ ക്ലയൻറ്റിനോട് പറയുക, നമ്മൾ പ്രിന്റ് എടുക്കുന്നില്ല, ഇത് നിങ്ങൾ പ്രിന്റ് എടുക്കുന്നിടത്തു നിന്നാണ് ശരിക്കും ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പം നിങ്ങൾ ഓഫറിന് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റ് നിങ്ങളുടെ അടുത്ത് തന്നെ വരും. എനിക്ക് അങ്ങനെ വന്ന ക്ലയൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ ഇനീഷ്യൽ സമയത്ത് ഇതുപോലെ ചെയ്തപ്പോൾ പ്രിന്റിങ്ങിൽ മിസ്റ്റേക്ക് വന്നതുകൊണ്ട് നമ്മൾ അവരോട് പറഞ്ഞതായിരുന്നു, ഇത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്, പ്രിന്റ് എടുക്കുന്നവരടുത്ത് നിന്ന് ചെയ്യേണ്ടതാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞപ്പോൾ അവർ പ്രശ്നമല്ല, നിങ്ങളെ പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ അയച്ചു കൊടുത്തപ്പോൾ അവർ പ്രിന്റ് എടുത്തപ്പോൾ അത് ഫ്ലെക്സ് ആണ് പ്രിന്റ് എടുത്തത്. ഓക്കെ, ചെറിയ മിസ്റ്റേക്ക് വന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബേസിക് ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അവിടെ ഒന്നും കുഴപ്പമില്ല, അതൊക്കെ നമ്മൾ ഡിജിറ്റൽ യൂസ് ചെയ്യുന്നതാണ്. ഈ പ്രിന്റബിൾ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ചോദിക്കുക അവരോട്, പ്രിന്റ് എടുക്കാനുള്ളതാണ്. പോസ്റ്റർ ഒന്നും പ്രിന്റ് എടുക്കണമെങ്കിൽ കുഴപ്പമില്ല. ഈ ഫ്ലെക്സും വലിയ പ്രോബ്ലം അല്ല. ഈ ബ്രൗഷർ അതുപോലെ കറക്റ്റ് അലൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രിന്റ് എടുക്കുമ്പോൾ പ്രോബ്ലം വരും. കാരണം ഇപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടണം. മനസ്സിലായോ? ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമ്മളിത് ചെയ്തു, ഇനി നമ്മൾ ക്ലയൻറ്റിന് അയച്ചു കൊടുക്കുക ഇങ്ങനെയല്ല. ഇത് നമ്മൾ എന്ത് ചെയ്യും, ഈ പാനൽ നമ്മൾ പ്രസൻറ്റേഷൻ ഉപയോഗിക്കും. ഓക്കെ, ആ പാനൽ നമ്മൾ എന്തിനു ഉപയോഗിക്കും, പ്രസൻറ്റേഷൻ യൂസ് ചെയ്യും. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, അത് ഡൗൺലോഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ഇവിടെ സിംഗിൾ പേജ് നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ. ഓക്കെ, അപ്പോൾ ബൈ ഫോൾഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ 2 പേജാണ് ഉണ്ടാവുക, 4 പാനലാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 4 പാനൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഒന്നാമത്തെ സൈഡ് ഏതാ, ഫസ്റ്റത്തെ ഈ സൈഡല്ല ഒന്നാമത്തെ സൈഡ്, ആ ഡിജിറ്റൽ എന്നുള്ള ഫ്രണ്ട് പേജ്. അപ്പോൾ ആ ഫ്രണ്ട് പേജ് എന്ത് ചെയ്യുക, ഇവിടെ ആദ്യം ഇടുക. ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഫുള്ളാണ്, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് ആസ് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് എന്നുണ്ടോ, അത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതല്ലേ ഫ്രണ്ട് പേജ്. ഇപ്പോൾ ഫ്രണ്ട് പേജ് എന്ത് ചെയ്യുക, കറക്റ്റ് അലൈൻ ചെയ്ത് വെക്കുക. അലൈൻമെൻറ്റ് തെറ്റാൻ പാടില്ല, കറക്റ്റ് അലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എന്തായി, ഫ്രണ്ട് പേജ് കറക്റ്റായി.
ഇനി എന്താണ് ആ ഒരു പാനലിൽ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ഇതിലെന്താ ഉള്ളത് അവിടെ, സോറി, ഇതിലെന്താ ഉള്ളത്, ഫ്രണ്ട് പേജ് ബാക്ക് സൈഡ്. ഇനി ബാക്ക് സൈഡ് അല്ല ഉള്ളത്. ഇപ്പോൾ ബാക്ക് സൈഡ് നമുക്ക് രണ്ടാമത്തെ പേജിൽ ബാക്ക് സൈഡ് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇതൊരു PDF ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. ഫ്രണ്ട് പേജ് ആദ്യം, പിന്നെ അതിൻ്റെ കണ്ടന്റ് ഒരു PDF ആയിട്ടാണ് കൊടുക്കുക. അപ്പോൾ ബാക്ക് പേജ് എവിടെ വരിക? ലാസ്റ്റ് പേജിലാണ് ബാക്ക് പേജ് വരിക. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിവിടെ ഇടുക, സെറ്റ് ഇമേജ് ആസ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഇങ്ങോട്ട് വലിച്ചു വെക്കുക. കറക്റ്റ് അലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പോൾ അവർ പ്രിൻ്റ് എടുക്കുമ്പോൾ എന്താവും, ഇത് ബുക്ക് മാതിരി വരുമ്പോൾ ബാക്കും ഫ്രണ്ടും എന്താവും കറക്റ്റായിട്ട് വരും. ഓക്കെ, ഇതിങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ അതിൻ്റെ ഉള്ളത്തെ കണ്ടന്റും കാര്യങ്ങളാണ് വരിക. ഓക്കെ അല്ലേ? ഓക്കെ, ഈ ഇതെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളത് നമ്മുടെ ബ്രൗസർ എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം നോക്കിയും കണ്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത്യാവശ്യം നല്ല ടൈം എടുക്കും, അത്യാവശ്യം നല്ല എഫോർട്ട് ഇട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ചെയ്യുന്നിടത്തുള്ള മിസ്റ്റേക്ക് അല്ല, നമ്മൾ കൊടുക്കുമ്പോൾ അത് പ്രിൻറ്റിങ്ങിൽ വരുന്ന മിസ്റ്റേക്കാണ്. നമ്മുടെ കയ്യിൽ തന്നെ പ്രിൻറ്റിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോബ്ലം അല്ല. ഓക്കെ, ഞാൻ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടെന്ന് തന്നെ പറയും. അതായത് ബ്രൗസർ പ്രിൻറ്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രൗസർ നിങ്ങൾ ചെയ്യേണ്ട. പിന്നെ ഞാൻ നിങ്ങൾക്ക് എന്തിനാണ് ബ്രൗസർ പറഞ്ഞത്, PDF ബ്രൗസർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അത് ആവശ്യമുള്ളവരുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇത്ര പേജസ് ഉണ്ടാക്കി കൊടുക്കുക, ഇത്ര പേജസ് ബിഗിനർ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമല്ലേ. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PDF ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിതെല്ലാം ഉണ്ടാക്കി അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് PDF-നാണോ പ്രിന്റിനാണോ ചോദിക്കുക. PDF-നാണെന്ന് പറഞ്ഞ ടീം വരും, PDF ബ്രൗസർ. അപ്പം അങ്ങനെ എന്ത് ചെയ്താൽ മതി, നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് എക്സ്പോർട്ട് കൊടുത്തിട്ട് PDF-ലിട്ട് അയച്ചു കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ പ്രസൻറ്റ് ചെയ്യാം. പ്രിൻറ്റിങ് ബ്രൗസർ നിങ്ങളൊന്നും കൂടി എക്സ്പേർട്ടായിട്ട് ഞങ്ങളിത് ചെയ്ത് ശീലമായിട്ട് എന്ത് ചെയ്യുക, പ്രിൻറ്റിങ് ബ്രൗസർ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിൻ്ററോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോബ്ലം അല്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എഡിറ്റ് ഇമേജ് പോയിട്ട് മോക്കപ്സിൽ നമുക്ക് ബ്രൗസറിൻ്റെ മോക്കപ്പ് ഇതിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. പോസ്റ്ററിൻ്റെ മോക്കപ്പ് ഉണ്ട് ഇവിടെ, അടിപൊളി പോസ്റ്ററിൻ്റെ ഒരു മോക്കപ്പ്. പക്ഷെ ബ്രൗസറിൻ്റെ അല്ല. അതുപോലെ ബുക്കിൻ്റെ മോക്കപ്പും ഇവിടെ ഉണ്ട്. നമുക്ക് ബുക്ക് മാഗസിൻ കവർ നമുക്ക് ചെയ്യാണ്ട്, ഞാൻ അവിടെ നിന്ന് പറഞ്ഞുതരാം. ഈ മാഗസിൻ കവർ ഒന്നും പ്രോബ്ലം അല്ല. മാഗസിൻ കവർ എന്നൊക്കെ പറഞ്ഞാൽ അവർ നമുക്കത് സൈസ് തരും. ഓക്കെ, ആ സൈസിൽ പ്രിന്റ് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് അങ്ങനല്ല, ഇത് ബുക്ക് ഉണ്ടാക്കുകയാണ്. ബുക്ക് ഉണ്ടാക്കുമ്പോൾ സൈസ് മാറിയാൽ നമ്മൾ അത്രത്തോളം എഫേർട്ട് അതിന് എടുക്കേണ്ടി വരും. മനസ്സിലായോ? വാച്ചസാ ഓക്കെ, ബ്രൗസറിൻ്റെ മോക്കപ്പ് ഇതിലില്ല. നിങ്ങൾക്ക് നോർമൽ രീതിയിൽ പ്രസൻറ്റ് ചെയ്താൽ മതി. പിന്നെ ബ്രൗസറിൻ്റെ മോക്കപ്പ് വേറെ ഫോട്ടോഷോപ്പിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഫോട്ടോഷോപ്പിൽ എങ്ങനെ മോക്കപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഇതിൻ്റെ കൂടെ ഞാൻ മെറ്റീരിയൽസ് ഉണ്ട്, ആ മെറ്റീരിയൽ ഉണ്ടാവും ബ്രൗസറിൻ്റെ മോക്കപ്പ് ഒക്കെ. പക്ഷേ അതെല്ലാം ഫോട്ടോഷോപ്പിലേക്ക് ഉള്ളതാണ്. ഓക്കെ, ഞാൻ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രൗസറിൻ്റെ ഇപ്പോൾ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു. ഡിസൈനിങ് മാത്രമേ ഞാൻ ചെയ്യാത്തുള്ളൂ. ഡിസൈനിങ് നമ്മൾ ചെയ്ത ഡിസൈൻ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രൗസറിൻ്റെ ഒരു 3-4-5-6 ഡിസൈന് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. ഓക്കെ, നിങ്ങളത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ബ്രൗസർ എന്ന് പറയുന്നത് അത്യാവശ്യം പ്രിൻ്റ് എടുക്കുന്ന മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പണി വരുന്നതാണ് എന്തെന്ന് പറഞ്ഞേ, ബ്രൗസർ എന്ന് പറഞ്ഞത്. ഓക്കെ, ഞാനിതിവിടെ പ്രിൻ്റ് എടുക്കുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് അതെന്താണ്, നമ്മളെ കയ്യിൽ പ്രിൻ്റർ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ റിസ്ക് ആണ്. നമ്മുടെ കയ്യിൽ നമ്മൾ അത്രയും ഒരു ബ്രൗസർ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ബൈഫോൾഡ്, അതായത് 4 സൈഡുള്ള ബ്രൗസറൊക്കെ വരിക എന്ന് പറഞ്ഞാൽ റയറാ. വരുമ്പോൾ അതിനൊരു 10 പേജ് 12 പേജൊക്കെ ഉള്ള വലിയ ബ്രൗസറായിരിക്കും നമുക്ക് വരിക. അപ്പം അത്രയും വലിയ ബ്രൗസർ നമ്മൾ 1-2 ദിവസം എടുത്ത് കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ട് അത്യാവശ്യം പേയ്മെൻറ്റും കിട്ടും. ഓക്കെ, അവർ പ്രിൻ്റ് എടുക്കുമ്പോൾ അവരുടെ ഭാഗത്ത് പ്രിൻറ്റിങ്ങിൽ മിസ്റ്റേക്ക് വന്നാൽ എന്തായിരിക്കും, ഇപ്പോൾ നമ്മൾ ആ ക്യാഷ് തിരിച്ചു കൊടുക്കണ്ടേ? കാരണം നമ്മൾ ഉണ്ടാക്കിയത് ശരിയായിട്ടില്ലേ, നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട് അവർക്ക് അതുകൊണ്ട് യൂസ് ഉണ്ടായിട്ടില്ലല്ലോ. ഓക്കെ, അതാണ് പ്രശ്നം. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PDF ആയിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും. PDF ബ്രൗസർ യൂസ് ചെയ്യുന്നവരുണ്ട്, അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, PDF ബ്രൗസർ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും PDF ബ്രൗസർ ഉണ്ടാകും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളതിൽ ബ്രൗസറിന് ആഡ് കൊടുക്കുമ്പോൾ ക്ലയൻറ്റ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചോദിക്കുക, ബ്രൗസർ എന്തിനുള്ളതാണ്, പ്രിന്റിനുള്ളതാണോ PDF-നുള്ളതാണോ ചോദിക്കുക.
ഇനി അവർ പ്രിന്റിനും ഞങ്ങൾക്ക് രണ്ടിനും ഉള്ളതാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സൈസും അലൈൻമെൻ്റ് ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അവരോട് പറയാം പ്രിന്റ് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ കയ്യിൽ തന്നെ പ്രിന്റർ ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് അക്യൂറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തരിക. ഓക്കെ, ഇനി പ്രിന്റ് എടുക്കുന്നിടത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ പോയിട്ട് കൺഫേം ചെയ്യുക. ചില പ്രിന്റേഴ്സ് അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ ചിലപ്പോൾ കുറച്ച് ചാർജ് പേ ചെയ്യേണ്ടി വരും. അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ചാർജ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പേ ചെയ്യേണ്ടി വരും. ഓക്കെ, വലിയ പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ PDF ആയിട്ടാണ് അയച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ പ്രിന്റ് എടുക്കുന്ന ആളുകൾ എന്ത് ചെയ്താൽ മതി, അത് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. പക്ഷെ ചില ക്ലയൻസ് അങ്ങനെ ചെയ്യൂല. കാരണം നമുക്കൊരു ക്യാഷ് വരണം, പിന്നെ പ്രിന്റ് എടുക്കുന്നിടത്ത് പോയിട്ട് അവൻ അത് അറേഞ്ച് ചെയ്യാൻ വേറൊരു ക്യാഷ് കൊടുക്കണം. ചില ക്ലയൻസ് എന്ത് ചെയ്യില്ല, അത് ചെയ്യൂല, അങ്ങനെ ചെയ്യൂല. ഓക്കെ, എല്ലാവരും ടീമിൻ്റെ കയ്യിൽ തന്നെയാണ് കൊടുക്കുക. പക്ഷേ നമ്മൾ ഓഫർ കൊടുക്കുമ്പോൾ നമ്മളെ അടുത്തേക്ക് തന്നെ വരും. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് ബ്രൗഷറിന് ഓഫർ കൊടുത്തിരുന്നു. അപ്പം എൻ്റെ അടുത്തേക്ക് വന്നവരുണ്ട്, പ്രിന്റിന് പ്രശ്നമില്ല, ഞങ്ങൾ അവിടുന്ന് അവരെ കൊണ്ട് അറേഞ്ച് ചെയ്ത് വെച്ചോളാം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ പ്രശ്നമല്ല, നമ്മൾ PDF ആയിട്ടല്ല അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെങ്ങനെ അയച്ചു കൊടുക്കുക? അപ്പോൾ അതാണ് നമ്മൾ ചെയ്ത്. ഇപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത്. ഇവിടെ ഇതാണ് നമ്മൾ ചെയ്ത്. ഇത് നമ്മൾ എന്താ ചെയ്യുക, PDF ആയിട്ട് അവർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇതൊരു പേജിൻ്റെ സൈസാണ്. അപ്പോൾ അവർക്ക് PDF ആയിട്ട് അയച്ചു കൊടുക്കും. അവർ പിന്നെ എന്ത് ചെയ്യും, പ്രിന്റ് എടുക്കുന്നവർക്ക് നിന്ന് അവരുടെ സോഫ്റ്റ്വെയറിലോട്ടിട്ട് അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, അവർ പ്രിന്റ് എടുക്കുക. അപ്പോൾ ആ പ്രോബ്ലം അല്ല. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ബ്രൗഷറിൻ്റെ കാര്യത്തിൽ ഓക്കെ അല്ലേ? ഞാനിതിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാനിതിൽ ചെയ്യാത്തത് ഈ ഡിസൈൻ മാത്രമാണ് ഞാൻ ചെയ്യാത്തത്. ഓക്കെ, ഇതാണ് ഡിസൈൻ. നമ്മൾ ഇവിടെ ഇട്ടിട്ടാണ് ഡിസൈൻ ചെയ്യുക. ഓക്കെ, അതായത് നമ്മൾ ടോട്ടൽ ക്യാൻവാസ് സൈസ് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ സിമ്പിളായിട്ട് ബ്രീഫായിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം മനസ്സിലാവാത്തവർക്ക്. ചിലപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് ക്ലയൻറ്റ് നമുക്ക് എന്ത് തരും, അവർക്കൊരു ഫസ്റ്റ് ഇതിൽ പറയാം. ഇപ്പം നമുക്കൊരു ക്ലയൻറ്റ് മെസ്സേജ് അയച്ചു, അവർക്കൊരു ബ്രൗഷർ വേണമെന്ന് പറഞ്ഞിട്ട് അവർ നമ്മളോട് എന്താ പറയുക, നിങ്ങൾക്ക് ടോട്ടൽ ഒരു 3 പേജസിൻ്റെ അല്ലെങ്കിൽ 4 പേജസിൻ്റെ ബ്രൗഷർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളോട് ചോദിക്കുക, നിങ്ങൾ ടോട്ടൽ 3 പേജസ് ആണോ, അതായത് ഒരു സൈഡ് 2 സൈഡ് 3 സൈഡ് 4 സൈഡ് അങ്ങനെയാണോ ഉദ്ദേശിച്ചത്, അതോ പേജസ് 4 A4 സൈസിനാണോ ഉദ്ദേശിച്ചത്, അപ്പോൾ 8 പാനൽ വരും അങ്ങനെയാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കാം. അപ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്ക് 8 പാനലാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, അപ്പോൾ 4 A4 ആണ് അവർക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, അവരുടെ അടുത്ത് റെഫറൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഞങ്ങൾ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇത് അയച്ചു തരും, എന്ത് ബ്രൗഷർ അയച്ചു തരും. ഓക്കെ, അപ്പോൾ അതിലുള്ള ബ്രൗഷർ ഏതാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ട്രൈഫോൾഡ് ആണോ ബൈഫോൾഡ് ആണോ, അതായത് സൈസിന് മാറ്റം വരും. ഓക്കെ, ട്രൈഫോൾഡ് ബൈഫോൾഡ് നമ്മൾ ഓൾറെഡി അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് 8 പേജാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ 4 പേജാണുള്ളത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, അവരോട് എന്ത് ചെയ്യുക, സൈസ് ചോദിക്കുക. എത്ര സൈസിലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുക. അപ്പോൾ അവർ നമുക്ക് എന്ത് പറയും, സൈസ് പറയും. ഇനി അവർക്ക് സൈസ് അറിയില്ല എന്നുണ്ടെങ്കിൽ അവരിങ്ങനെ പറയും, ഞങ്ങൾക്ക് ഈ ഒരു ബുക്കിൻ്റെ സൈസിലാണ് വേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു പേജിൻ്റെ സൈസിലാണ് വേണ്ടത്, അല്ലെങ്കിൽ A4ൻ്റെ സൈസിലാണ് വേണ്ടത് എന്ന് പറഞ്ഞ് അവർ നമ്മളോട് എന്ത് പറയും, സൈസ് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ സൈസിൽ ക്യാൻവയിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സിംഗിൾ പേജ് സ്റ്റാർട്ട് ചെയ്യുക. മനസ്സിലായോ? ആ സൈസിൽ ക്യാൻവയിൽ വന്നിട്ട് എന്ത് ചെയ്യുക, സിംഗിൾ പേജ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ക്ലയൻറ്റ് പറഞ്ഞു ഞങ്ങൾക്ക് 5 ഇഞ്ച് ഹൈറ്റും അതുപോലെ 10 ഇഞ്ച് 5 ഇഞ്ച് വീതിയും 10 ഇഞ്ച് ഹൈറ്റുമാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം സിംഗിൾ പേജ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് എത്ര പേജാണോ ക്ലയൻറ്റ്, ഇപ്പോൾ നമ്മളോട് എത്ര പറഞ്ഞത്, ക്ലയൻറ്റിന് 4 പേജാണ് വേണ്ടത്, ടോട്ടൽ 8 പാനൽ. അപ്പോൾ 8 പാനൽ ഇവിടെ ഓൺ ആക്കിയിടുക. അവരെ ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ക്ലയൻറ്റ് നമുക്ക് റെഫറൻസിന് തന്നത് കണക്ഷൻസ് ഉള്ളതാണ്. കണക്ഷൻസ് ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പുതിയത് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഹൈറ്റ് വീതി, ഇപ്പം 5 ഇഞ്ചാണല്ലേ വീതി, 5 ഇഞ്ച് വീതി ഗുണിക്കണം എത്ര പേജസാ, 4 പേജസ്, 4. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഒരു വീതി. ഓക്കെ, ആ വീതി എന്തിടാ, ക്യാൻവയിൽ ക്രിയേറ്റ് കൊടുക്കുക, കസ്റ്റം ഡിസൈൻ കൊടുക്കുക, ആ വീതി. അപ്പോൾ 5 × 4 20. ഹൈറ്റ് സെയിം തന്നെയാണ്. ഓക്കെ, ഹൈറ്റ് സിംഗിൾ പേജിൻ്റെ ഹൈറ്റ് തന്നെയാണ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെ കിട്ടും. മനസ്സിലായോ? ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് സെറ്റിങ്സിൽ വന്നിട്ട് ഗ്രിഡ് ആഡ് ചെയ്യുക. ഇനിയാണ് വേറൊരു ട്വിസ്റ്റ് എന്താ വെച്ചാൽ, ഇപ്പോൾ ട്രൈഫോൾഡ് ആയാലും ബൈഫോൾഡ് എന്ന് പറഞ്ഞാൽ 2 പേജ് പ്രോബ്ലം അല്ല. പക്ഷെ ട്രൈഫോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻവാസിനകത്ത് ഒരു ട്രൈഫോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻവാസിനകത്ത് 3 പേജാണ് ട്രൈഫോൾഡ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഒരു ക്യാൻവാസിനകത്ത് 3 പേജാണ്. അപ്പോൾ അതിൻ്റെ സൈസിന് മാറ്റം വരും. സൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരിക, ഇപ്പം നമ്മളെടുത്ത സൈസ് ആവില്ല, ഒന്നും കൂടി ചെറിയ സൈസ് ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം. ട്രൈഫോൾഡ് ബ്രൗഷർ
കണ്ട, ഇതാണ് ട്രൈഫോൾഡ് ബ്രൗഷർ. ഇതൊരു ക്യാൻവാസാണ്. ഈ ക്യാൻവാസിനകത്ത് 1, 2, 3 വന്നു. പക്ഷേ ഈ കാണുന്നത് ഒരു പേജിന്റെ വലിപ്പം ഉണ്ടാവും, ഒരു A4ന്റെ വലിപ്പം ഉണ്ടോ? ഇല്ലല്ലോ. ഇത് വേറൊരു സൈസാണ്. അപ്പോൾ ഈ സൈസ് നമുക്ക് എന്ത് തരും? ക്ലയന്റ് തരും. മനസ്സിലായോ? അപ്പോൾ ആ സൈസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്യാൻവാസ് ഓപ്പൺ ആക്കണം. അപ്പോൾ ഇതെന്താ? ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താ? ട്രൈഫോൾഡ് ആണെന്ന് വിചാരിക്കുക. ട്രൈഫോൾഡ് ആണെങ്കിൽ ഒരു പേജിനകത്ത്, ഒരു ക്യാൻവാസിനകത്ത് എത്ര പേജ് വരും? 3 പേജ് വരും. അപ്പോൾ നമ്മൾ ഗ്രിഡ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കൊടുക്കണം? സെറ്റിങ്സ് പോവുക, ആഡ് ഗ്രിഡ് കൊടുക്കുക. ഇവിടെ 3 കോളം ഓൾറെഡി ഉണ്ട്, 3 കോളം കൊടുക്കുക. ആ 3 കോളം കൊടുക്കണ്ട, കസ്റ്റമിൽ വന്നിട്ട് കോളം എന്താക്കുക? 3 ആക്കുക. എന്നിട്ട് ഇവിടെ ഗ്യാപ്പ് എന്താക്കുക? 0 ആക്കുക. അപ്പോൾ എന്ത് കിട്ടും? ആഡ് ഗ്രിഡ് കൊടുത്താൽ നമുക്ക് 3 പേജസിനുള്ള കിട്ടും. മനസ്സിലായോ? ഓക്കെ, ഇതാണ് ട്രൈഫോൾഡ്. ഇനി സിഗ്സാക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു പേജിൽ എത്ര ഉണ്ടാവും? 6 ഉണ്ടാവും. ഒരു ക്യാൻവാസിനകത്ത് 6 പേജ് ഉണ്ടാവും. ടോട്ടൽ 12 ഉണ്ടാവും. അപ്പുറം ഇപ്പുറം നോക്കിയാൽ 12 ഉണ്ടാവും. ടോട്ടൽ ഒരു ക്യാൻവാസിനകത്ത് എത്ര ഉണ്ടാവും? 6 ഉണ്ടാവും. അപ്പം എന്ത് ചെയ്യണം? ഇപ്പോൾ സെയിം സാധനം തന്നെ. 5 മൾട്ടിപ്ലൈഡ് ബൈ എത്ര പേജാണ്? 6 പേജ്. 30 ഇഞ്ച് വീതി, 11 ഇഞ്ച് ഹൈറ്റും കൊടുക്കുക. ആഡ്. അപ്പോൾ നമുക്കൊരു ക്യാൻവാസ് ഓപ്പൺ ആയി വരും. എന്നിട്ട് സെറ്റിങ്സ് പോവുക, ആഡ് ഗ്രിഡ് കൊടുക്കുക. എന്നിട്ട് എത്ര കൊടുക്കുക? അവിടെ 6 എന്ന് കൊടുക്കുക. അപ്പുറത്ത് മാർജിന് 0 എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇട്ട് ചെയ്താൽ മതി. ഓക്കെ, അതാണ് ബ്രൗഷറിൻ്റെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് എക്സ്പോർട്ട് ചെയ്യരുത്. ഇത് നമുക്ക് പ്രസൻറ്റേഷന് വേണ്ടി ഈ പാനൽ, ഫുൾ പാനൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? പ്രസൻറ്റേഷന് വേണ്ടി കാണിച്ചു കൊടുക്കുക, ക്ലയൻറ്റിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈനൽ ഔട്ട് അയക്കേണ്ടത് PDF ആയിട്ടാണ് ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇനി അറേഞ്ച്മെൻറ്റിൽ എന്ന് പറയുമ്പോൾ നിങ്ങളത് സൂക്ഷിച്ച് ചെയ്യണം. ഫസ്റ്റത്തെ പേജ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങളൊരു ബൈഫോൾഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബൈഫോൾഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പേജും ലാസ്റ്റത്തെ പേജും ആയിരിക്കും ആദ്യം വരിക. ഓക്കെ, മനസ്സിലായോ? ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും ആയിരിക്കും വരിക. കാരണം എന്തൊരു ബുക്കല്ലേ? കണ്ടോ, ഇങ്ങനെ ആയിരിക്കും വരിക. കാരണം എന്തൊരു ബുക്കല്ലേ? ഇത് മടക്കാനുള്ളതല്ലേ? ഇപ്പോൾ ഒരു ബുക്കാണ്. അപ്പോൾ അത് മടക്കുമ്പോൾ ഇനി അതിൻ്റെ ഉള്ളിലോട്ടാണ് വേറെ വേറെ പേജസ് വരിക. അപ്പോൾ അത് മടക്കുമ്പോൾ എന്താവും? ഈ ഫസ്റ്റ് പേജ് ഫസ്റ്റിലും വരും, ലാസ്റ്റ് പേജ് ലാസ്റ്റിലും വരും. അപ്പോൾ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും ആണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നോട്ട് ബുക്ക് എടുക്കുക. ആ നോട്ട് ബുക്ക് വൃത്തിയായിട്ട് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത്. അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും കറക്റ്റ് ആക്കിയിട്ട് ആദ്യമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അത് ലാസ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കണ്ടന്റ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ, ഇവിടെ വന്നാൽ ഫസ്റ്റ് പേജ് ആഡ് ചെയ്യുക. പിന്നെ അടുത്ത വലിയൊരു ക്യാൻവാസ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടന്റ് ആഡ് ചെയ്യുക. ഇപ്പോൾ 2ാമത്തെ പേജ്, 3ാമത്തെ പേജ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ഇട്ടിട്ട് ഇവിടെ അറേഞ്ച് ചെയ്യുക. പിന്നെ 4ാമത്തെ പേജ് ആഡ് ചെയ്യുക. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പോൾ ബ്രൗഷറിൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ? ബ്രൗഷർ നമ്മൾ ഡിസൈൻ മാത്രമേ ചെയ്യാത്തുള്ളൂ. കാരണം ഡിസൈൻ സിമ്പിൾ ഡിസൈനാണ്. വേറെ നമുക്ക് ഇതിൽ എടുത്ത് പറയാൻ, ഡിസൈനിങ് കാര്യത്തിൽ എടുത്ത് പറയാൻ ബ്രൗഷറിൻ്റെ കാര്യത്തിലൊന്നുമില്ല. ഓക്കെ, ഡിസൈനിങ്ങിൽ എടുത്ത് പറയാൻ ബ്രൗഷറിലൊന്നുമില്ല. ബാക്കിയുള്ള പറയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ബ്രൗഷറിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബ്രൗഷർ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കുറേ നേരം സമയമെടുത്ത് ബ്രൗഷർ ചെയ്യുക. ബാക്കിയുള്ള ചെയ്യുന്ന പോലെയല്ല, ഒന്നും കൂടെ എഫേർട്ട് എടുത്ത് നല്ലോണം പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ബ്രൗഷർ ചെയ്യുക. ഓക്കെ, ബ്രൗഷർ കുറച്ച് കൺഫ്യൂസിങ്ങും അതുപോലെ കുറച്ച് ഇതുള്ള കാര്യമാണ് ബ്രൗഷർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനിയാണ് അടുത്ത എന്തെന്ന് പറയുന്നത്? ബ്രൗഷറിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത്. അത് ഞാൻ ഇവിടെ തന്നെ പറയാം. വൺ സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ബ്രൗഷർ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ബ്രൗഷർ അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റിയാണ് വരിക, അത്യാവശ്യം വലിയ പേജസ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ. ബ്രൗഷറിന് ബൈഫോൾഡ് ബ്രൗഷർ A4 സൈസ് ക്വാണ്ടിറ്റി 20,000 ക്വാണ്ടിറ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ 46,000 രൂപയാണ് ബ്രൗഷറിന് വരുന്നത്. ഒരു പേജിന് 23 രൂപ വെച്ചിട്ട്. ഓക്കെ, പിന്നെ ട്രൈഫോൾഡ് A4 സൈസിൽ 25 ട്രൈഫോൾഡ് A4 സൈസ് 25 എന്ന് പറഞ്ഞാൽ പേജ് അല്ല കേട്ടോ, ടോട്ടൽ ഡിസൈൻ 25. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അപ്പുറം ഇപ്പുറം കൂട്ടിയിട്ട് 25 650 രൂപയാണ് വരുന്നത്. ഒന്നിന് 26 രൂപ വെച്ചിട്ട്. പിന്നെ
ഇതിൻ്റെ PDF എൻ്റെ കയ്യിലില്ല, ഞാനിവിടെ ബുക്കിൽ എഴുതി വെച്ചതാണ്. നിങ്ങൾ എഴുതി വെക്കാൻ പറ്റുകയാണെങ്കിൽ എഴുതി വെക്കാം. ഇത് പ്രൈസ് വേരി ചെയ്യും കേട്ടോ, മാറും കേട്ടോ. ഓക്കെ. പിന്നെ 4 പേജ് ബ്രൗഷർ A4 സൈസിന് 2000 പേജസിന് 46,000 രൂപയാണ് വരുന്നത്. 23 രൂപയാണ് ഒന്നിന്. ഞാൻ പറഞ്ഞില്ലേ, ബ്രൗഷർ എന്നൊക്കെ പറയുന്നത് ബുക്ക് പോലെയാണ്. ഓക്കെ, ബുക്ക് പോലെ യൂസ് ചെയ്യുന്നവരുണ്ട്. ഈ ബ്രൗഷർ ഡിസൈനും ബുക്ക് ഡിസൈനും തമ്മിൽ വലിയ മാറ്റമൊന്നുമില്ല, കണ്ടന്റിന് മാത്രം മാറ്റമുള്ളൂ. ഓക്കെ, അപ്പം ഇത്ര പേജസ് വരുന്നതുണ്ട്, അത്ര ബൾക്ക് ക്വാണ്ടിറ്റി പേജസ് വരുന്നതുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കസ്റ്റമർ നമ്മൾ ഈ ബ്രൗഷറിനൊക്കെ നമ്മളെ കയ്യിൽ കസ്റ്റമർ വരുമ്പോഴേ അവർ ബുക്കിനാണോ അതുപോലെ വലിയ ബ്രൗഷറിനാണോ എന്നുള്ളത് നമുക്കങ്ങനെ മനസ്സിലാവാറിയോ. അവർ നമ്മളെ ടെസ്റ്റ് ചെയ്യും. അതായത് ക്യാഷ് തന്നിട്ട് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. നമ്മളോട് പറയും നിങ്ങളൊരു ബൈഫോൾഡ് 4 സൈഡുള്ള ഒരു ബ്രൗഷർ ക്രിയേറ്റ് ചെയ്യൂ എന്ന് പറയും. നമുക്കതിന് ക്യാഷും തരും. ശരിക്കും അവർക്ക് അതിൻ്റെ ആവശ്യമില്ല, അവർ നമ്മളെ ടെസ്റ്റ് ചെയ്യണം. നമ്മളെ വർക്ക് അവരുദ്ദേശിച്ച മാതിരി നമ്മുടെ വർക്ക് എത്രത്തോളം എത്തുന്നുണ്ട് എന്നുള്ളത് നമ്മളെ ടെസ്റ്റ് ചെയ്യണം. ആ ടെസ്റ്റിൽ നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ വർക്ക് മൊത്തം നമുക്ക് തന്നെയായിരിക്കും. ഇപ്പോൾ ഈ 2000 രൂപേൻ്റെ ഒരു വർക്കൊക്കെ കിട്ടിയാൽ 46,000 രൂപയായി. നമുക്ക് ഈ 2000 പേജസ് തീർക്കാൻ എത്ര ദിവസം വേണം? ഒരു മാസം വേണ്ട ശരിക്കും. 2000 നമ്മളിതിൽ എക്സ്പേർട്ടായ ഈ 2000 പേജസ് തീർക്കാൻ നമുക്ക് ഏകദേശം നമുക്കൊരു 20-25 ദിവസമൊക്കെ മതി 2000 പേജസ് തീർക്കാൻ. ഇതിൻ്റെ ChatGPT ഉള്ളതുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്താ അവിടെ, ഇതാണ് ChatGPT ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ റുപ്പീസാണ് ഞാൻ പറഞ്ഞത്. 2000 പേജസിൻ്റെ 46,000 രൂപ, 23 റുപ്യ ഒന്നിന്. ഓക്കെ, പിന്നെ 8 പേജ് ബ്രൗഷർ A4 സൈസ് 2000 പേജ് 54,000 രൂപ, 27 രൂപ. 12 പേജ് ബ്രൗഷർ A4 സൈസ് 2000 ക്വാണ്ടിറ്റി ആട്ടോ, 2000-ത്തിന് 68,000 രൂപ, 34,000 രൂപ പെർ പേജിന്. കണ്ട, ഇതാണ് ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പം ഇത്രത്തോളം പ്രൈസിങ് ഉണ്ട് ഒരു ബ്രൗഷർ എന്ന് പറയുന്നതിന്. അപ്പം അത്രത്തോളം എഫേർട്ട് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആദ്യം തന്നെ വരുന്നത് 2000 ക്വാണ്ടിറ്റിൻ്റെ ഒന്നും ആവില്ല. നിങ്ങൾക്ക് ആദ്യം തന്നെ വരുന്നത് ഇതുപോലെ ടോട്ടൽ സൈഡ് ആട്ടോ അവർ പറയാം, പേജസ് അല്ല പറയാം. പേജസ് പറയുന്നവരുണ്ടെങ്കിൽ സൈഡ് അവരോട് ചോദിക്കണം നിങ്ങൾ അങ്ങോട്ട്. അപ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഇപ്പം എങ്ങനെയായിരിക്കും, ഒരു 12 സൈഡ്, ഒരു 20 സൈഡ്, അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഒരു സൈഡിന് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈഡിന് എന്ത് ചെയ്യാം, ചാർജ് ചെയ്യാം. നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം, പെർ പേജ് പ്രൈസ്. ഐം സോറി, നേരത്തെ ഞാൻ പറഞ്ഞ അപ്രോക്സിമേറ്റ് പ്രൈസ് ഉണ്ടല്ലോ, അതായത് 46,000 68,000 എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് പ്രിന്റിങ്ങും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്, അത് പ്രിന്റിങ്ങും കൂടെ കൂട്ടിയിട്ടാണ്. ഓക്കെ, ഞാനത് മാറ്റിത്തരാം. ബ്രൗഷർ ഡിസൈൻ, അത് പ്രിന്റിങ്ങിനുള്ളതാണ്. ഓക്കെ, നമുക്ക് ഡിസൈനിങ്ങിനുള്ളതല്ല വേണ്ടത്, നമ്മൾ പ്രിന്റിങ് തരുന്നില്ലല്ലോ. സിംഗിൾ പേജ് അതാ കിട്ടി. ഇവിടെ സിംഗിൾ പേജ് ഫ്ലെയർ എന്ന് പറയുന്നത് നമുക്ക് 500 തൊട്ട് 1000 വരെയാണ് ഡിസൈനിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ബൈഫോൾഡ് ബ്രൗഷർ അതെന്ന് പറയുന്നത്, ബൈഫോൾഡിൽ 4 സൈഡ് ഉണ്ടാവും. അപ്പോൾ അതിന് 1500 തൊട്ട് 3500 വരെയാണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. പ്രിന്റിംഗ് കോസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്നിന് എത്രയാണെന്നുള്ളത്. പിന്നെ ട്രൈഫോൾഡ് ബ്രൗഷർ എന്ന് പറയുന്നത് 2000 തൊട്ട് 5000 വരെയാണ് ട്രൈഫോൾഡ് ബ്രൗഷറിൻ്റെ എന്തെന്ന് പറയുന്നത് പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ മൾട്ടിപ്പിൾ പേജസ് 5000 തൊട്ട് 15,000 വരെ, ഡിപ്പെൻസ് അപ്പോൺ ആണ്. ഓക്കെ, ഈ ട്രൈഫോൾഡ് എന്ന് പറഞ്ഞാൽ എത്ര പേജാ? ട്രൈഫോൾഡ് എന്ന് പറഞ്ഞാൽ 3 പേജ്, ടോട്ടൽ 6 സൈഡ്. ആ 6 സൈഡിലുള്ളതിനാണ് 2000 തൊട്ട് 5000 വരെ. ഓക്കെ, ബൈഫോൾഡ് എന്ന് പറഞ്ഞാൽ 2 പേജ്, ടോട്ടൽ 4 സൈഡ്, അതിനാണ് 1500 തൊട്ട് 3500 വരെ. ഓക്കെ അല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞത് പ്രിന്റിംഗ് കോസ്റ്റ് ആണ്. ഓക്കെ, അതിൻ്റെ റീമാർക്ക്, ഈ സിംഗിൾ പേജ് ഫ്ലെയറിൻ്റെ ബേസിക് ഡിസൈൻ സ്യൂട്ടബിൾ ഫോർ മാസ് ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ റീമാർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, നമുക്ക് വേണ്ട. ഞാൻ എന്തായാലും അതിൻ്റെ പ്രൈസിങ് കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്തു,
പ്രൈസിങ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡിസൈനിങ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ സിറ്റി വൈസ് ഓവർവ്യൂ. സിറ്റി വൈസ് ഓവർവ്യൂ നമുക്കില്ലല്ലോ. അത് പ്രൈസ് സിറ്റിക്ക് അനുസരിച്ച് മാറും. കണ്ടോ, ഡൽഹി, മുംബൈ, മാംഗ്ലൂർ, കൽക്കട്ട, ചെന്നൈ എന്നൊക്കെ പറഞ്ഞിട്ട് സിറ്റിക്ക് അനുസരിച്ച് പ്രൈസ് മാറും. അത് നമുക്ക് നോക്കണ്ടല്ലോ, നമ്മൾ ഓൺലൈൻ അല്ലേ, അതുകൊണ്ട് നമുക്ക് ആ പ്രശ്നമില്ല. നമ്മളിത് ചെയ്താൽ മതി. ഓക്കെ. ഇന്ത്യയിൽ നോർമൽ പ്രൈസ് ഇങ്ങനെയാണ് ബ്രൗഷറിന് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ ഓക്കെ ആണല്ലോ. ഇനി ബാക്കിയുള്ള പ്രൈസിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, നമുക്ക് പ്രൈസിങ് സ്ട്രാറ്റജി എന്നുള്ളതുകൊണ്ട് നമുക്ക് പറയാം ബാക്കിയുള്ളതിൻ്റെ എല്ലാം. ഓക്കെ അല്ലേ? അപ്പോൾ അത്രയാണ് ബ്രൗഷറിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട് അറിയാനുള്ളത്. അപ്പോൾ ബ്രൗഷറിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്നും കൂടെ ഈ ക്ലാസ് ഒന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കാണാം. ഓക്കെ. ഓക്കെ, ഞാൻ അതിൽ ഡിസൈൻ മാത്രമേ ചെയ്യാത്തുള്ളൂ. കാരണം ഡിസൈൻ സിമ്പിളാണ്. നമ്മൾ ഇത്രയും ഡിസൈൻ ചെയ്ത് നമ്മളിപ്പോൾ അഡ്വാൻസ് ലെവലിലല്ലേ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയും ഞാൻ ഡിസൈൻ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാണിക്കണം എന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ പുതുമയുള്ള എന്തെങ്കിലും വേണം. ഇനി പുതുമയുള്ള ഒന്നും ഇല്ല, ഇനി ഒന്നും വരാനില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു. ക്യാൻവയിൽ എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്തു. ഇനി ഞാനിങ്ങനെ ക്ലാസ് എടുത്ത് പോകുമ്പോൾ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ പുതുതായിട്ട് വരുമ്പോൾ നമുക്ക് അതിങ്ങനെ ആഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് എന്താണ്? ഒരു മിനിറ്റ്, ഞാനിവിടെ ക്ലാസ് ഒന്ന് ഓപ്പൺ ആക്കട്ടെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പ്ലെയറും ബ്രൗഷറും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ബുക്ക് കവർ ഡിസൈൻ നമുക്ക് ചെയ്യാണ്ട്, മാഗസിൻ കവർ ഡിസൈൻ ചെയ്യാണ്ട്, പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെ മെനു കാർഡ് ക്രിയേറ്റ് ചെയ്യാണ്ട്, പ്രൊഡക്റ്റിൻ്റെ കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാണ്ട്. ഇതും കൂടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻവൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ആയി. ക്യാൻവ മുഴുവൻ കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് കുറച്ച് സ്ട്രാറ്റജിയാണ് പഠിക്കാനുള്ളത്. അതായത് ഫ്രീലാൻസിങ് എങ്ങനെ ചെയ്യണം, ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ കസ്റ്റമറായിട്ട് കോൺടാക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇനി അടുത്ത് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതും കൂടി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.